ഹലോ എവ്രി വൺ, വെൽക്കം ടു പെറ്റ്സ് ഹബ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. നമുക്കാദ്യം പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് പാർട്സ് ഓഫ് സ്പീച്ച്? എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് എ കാറ്റഗറി ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് എ വേർഡ് പ്ലേസ് ഇൻ എ സെൻറ്റൻസ്. നമുക്കറിയാം, ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വാക്കുകൾ കൂടിച്ചേരുമ്പോൾ പൂർണ്ണമായൊരു അർത്ഥം നൽകുന്ന ഒരു വാക്യമായി മാറുന്നു. ഫോർ എക്സാമ്പിൾ, ഹീ ക്ലോസ്ഡ് ദ ഡോർ. അവൻ വാതിൽ അടച്ചു. നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ പല വേർഡ്സ് കാണാൻ സാധിക്കും. അതായത് ഹീ എന്ന് പറഞ്ഞാൽ അവൻ. ഹീ എന്ന് പറയുന്നത് ഒരു പ്രൊനൗൺ ആണ്. മലയാളത്തിൽ പ്രൊനൗണിനെ സർവനാമം എന്ന് പറയുന്നു. അതായത് പേരിന് പകരം വരുന്ന വാക്ക്. അടുത്തത് ക്ലോസ്ഡ്. ആ വാക്കിൻ്റെ അർത്ഥം അടച്ചു. അതൊരു പ്രവൃത്തിയാണ്. അതിനെ ഇംഗ്ലീഷിൽ വേർബ് എന്നും മലയാളത്തിൽ ക്രിയയെന്നും പറയുന്നു. അടുത്തത് ഡോർ, അതായത് വാതിൽ. വാതിൽ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പേരാണ്. പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ നൗൺ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ നാമം എന്ന് പറയുന്നു. ഈ ഓരോ വേർഡ്സിനും അതിൻ്റെ റോളിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് വേർതിരിച്ചിട്ടുണ്ട്. ഈ വേർതിരിച്ചിരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് പെട്ടെന്ന് വരിക? അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെയല്ലേ? എന്നാൽ നമുക്കിനി ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ എടുക്കാം. അതായത് അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഇങ്ങനെയായിരിക്കും അല്ലേ? ഈ 4 പേർക്കും 4 പദവികളാണ് ഉള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കർത്തവ്യവുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിലും ഓരോ വാക്കിനും ഒരു പ്രത്യേക ജോലിയുണ്ട്. ആ വാക്ക് വാക്യത്തിൽ എന്ത് ജോലി ചെയ്യുന്നുവെന്ന് നോക്കി അവയെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന വിഭാഗങ്ങളിലാക്കുന്നു. സോ പാർട്സ് ഓഫ് സ്പീച്ച് ഇസ് എ നെയിം ഗിവൻ ടു എ വേർഡ് ബേസ്ഡ് ഓൺ ദി ജോബ് ദാറ്റ് ഇറ്റ് ഡസ് ഇൻ എ സെൻറ്റൻസ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നത് ഒരു വാക്ക് വാക്യത്തിൽ ചെയ്യുന്ന പ്രധാന പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി അതിനെ വിവിധ വിഭാഗങ്ങളായി തിരിക്കുന്ന രീതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുടുംബത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഇംഗ്ലീഷ് ഭാഷാ കുടുംബത്തിൽ 8 പേരാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നൗൺ, പ്രൊനൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജങ്ഷൻ. ഇനി നമുക്ക് അവരെ ഓരോരുത്തരെയായും പരിചയപ്പെടാം. ഫസ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് നൗൺ. ആദ്യത്തേത് നൗൺ. നൗണിനെ മലയാളത്തിൽ നാമം എന്ന് പറയുന്നു. നൗൺ എന്ന് പറഞ്ഞാൽ നെയിംസ് ആണ്, അതായത് പേരുകൾ. എ നൗൺ ഇസ് എ വേർഡ് ദറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ആനിമൽ ഓർ ഐഡിയ. നൗൺ എന്നത് ഒരു വ്യക്തിയുടെ പേരോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ മൃഗത്തിൻ്റെയോ ആശയത്തിൻ്റെയോ പേരിനെ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നൗൺസ് ഫോർ പേഴ്സൺസ്, അതായത് വ്യക്തികളെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. രാജു ടീച്ചർ, ഫാമർ. രാജു അധ്യാപകൻ, കർഷകൻ. ഇവയെല്ലാം വ്യക്തികളെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ്. അടുത്തത് നൗൺസ് ഫോർ പ്ലേസസ്, സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. എക്സാമ്പിൾ, സ്കൂൾ, മാർക്കറ്റ്, പാർക്ക്. നെക്സ്റ്റ്, നൗൺ ഫോർ തിങ്സ്, അതായത് വസ്തുക്കളെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. ഫോർ എക്സാമ്പിൾ, ബുക്ക്, കാർ, മാംഗോ. പുസ്തകം, കാർ, മാങ്ങ. അടുത്തത് നൗൺസ് ഫോർ ആനിമൽസ്, മൃഗങ്ങളെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. ഫോർ എക്സാമ്പിൾ, എലിഫന്റ്, ഫിഷ്, മങ്കി. ആന, മീൻ, കുരങ്ങ്. അടുത്തത് നൗൺസ് ഫോർ ഐഡിയാസ്, ചിന്തകളെ സൂചിപ്പിക്കുന്ന നാമങ്ങൾ. ഐഡിയ എന്നത് മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ആശയം അല്ലെങ്കിൽ പദ്ധതി, അഭിപ്രായം അല്ലെങ്കിൽ ധാരണ ആണ്. ഇത് കൈകൊണ്ട് പിടിക്കാനോ കണ്ണുകൊണ്ട് കാണാനോ കഴിയില്ല.
അതുകൊണ്ട് ഇതൊരു അബ്സ്ട്രാക്റ്റ് നൗൺ ആണ്. ഫോർ എക്സാമ്പിൾ, ലവ്, കറേജ്, ഹോണസ്റ്റി, ഹാപ്പിനെസ്, പീസ്. അതായത് സ്നേഹം, ധൈര്യം, സത്യസന്ധത, സന്തോഷം, സമാധാനം. അപ്പോൾ നൗൺ എന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരോ സ്ഥലത്തിൻ്റെയോ വസ്തു, മൃഗം അല്ലെങ്കിൽ ആശയം എന്നിവയുടെ പേര് പറയുന്ന വാക്കാണ് നാമം അല്ലെങ്കിൽ നൗണ്. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിൽ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗണിനോട് സാമ്യമുള്ള പ്രൊനൗണിനെ കുറിച്ചാണ്. മലയാളത്തിൽ സർവനാമം എന്ന് പറയുന്നു. വാട്ട് ഈസ് പ്രൊനൗൺ? A pronoun is a word used instead of a noun to avoid repeating the noun again and again. പ്രൊനൗൺ എന്നത് നൗണിൻ്റെ പകരമായി ഉപയോഗിക്കുന്ന പദമാണ്. ഒരേ പേര് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ പ്രൊനൗണിനെ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, രാഹുൽ ഹാസ് എ ഡോഗ്. രാഹുൽ ലവ്സ് ദ ഡോഗ്. Instead of repeating the noun Rahul and dog, we can rewrite the sentence using pronoun. Now let's see how we can rewrite it. Rahul has a dog. He loves it. He replaces Rahul. രണ്ടാമത്തെ സെൻറ്റൻസിൽ രാഹുലിന് പകരം പ്രൊനൗണായ ഹി ചേർത്തിരിക്കുന്നു. ഇറ്റ് റീപ്ലേസസ് ഡോഗ്. അതുപോലെ തന്നെ ഡോഗിന് പകരം ഇറ്റ് ചേർത്തിരിക്കുന്നു. അതായത് നൗണിനെ അല്ലെങ്കിൽ നാമത്തെ ആവർത്തിച്ച് പറയാതിരിക്കാൻ പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൊനൗൺ. ഇനി പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ, യു, ഹി, ഇറ്റ്, വി, ദേ, മീ, ഹിം, ഹേർ, അസ്, ദെം, എക്സെട്ര. ഈ വാക്കുകളെല്ലാം പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺ ഇല്ലെങ്കിൽ നമ്മൾ ഒരേ പേര് അല്ലെങ്കിൽ ഒരേ നാമം ആവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രൊനൗൺ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ വളരെ പ്രധാനമാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർബ്, അതായത് ക്രിയയെ കുറിച്ചാണ്. ഒരു സെൻറ്റൻസിലെ പ്രധാന ഘടകം വേർബ് ആണെന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് എപ്പോഴാണ് നടന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വേർബിൻ്റെ ശരിയായ ഉപയോഗത്തിലൂടെയാണ്. അതായത് പാസ്റ്റ് ആണോ, പ്രസൻ്റ് ആണോ, അതോ ഫ്യൂച്ചർ ആണോ എന്ന് മനസ്സിലാക്കുന്നത് വേർബിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യം നമുക്ക് വേർബിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ വേർബ്? എ വേർബ് ഈസ് എ വേർഡ് വിച്ച് ഷോസ് ആക്ഷൻ, സ്റ്റേറ്റ് ഓർ പൊസിഷൻ. അതായത് ഒരു പ്രവൃത്തിയെ പറ്റിയോ അവസ്ഥയെ പറ്റിയോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം എന്നിവയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് വേർബ് എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, എ വേർബ് ടെൽസ് us what someone does or what something is or what someone has. ലളിതമായി പറഞ്ഞാൽ ക്രിയ എന്നത് ഒരാൾ എന്തു ചെയ്യുന്നു, എന്താണ് അല്ലെങ്കിൽ എന്ത് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. വേർബിനെ അതായത് ക്രിയയെ നമ്മൾ 3 തരത്തിൽ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ഡൂയിങ് വേർബ്സ് ഓർ ആക്ഷൻ വേർബ്സ്. ഡൂയിങ് വേർബ്സ് ഓർ ആക്ഷൻ വേർബ് ഷോസ് വാട്ട് വി ഡു. അതായത് ഡൂയിങ് വേർബ്സ് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പ്ലേ, വാക്ക്, റൺ, ഡാൻസ്, ഈറ്റ്, റൈറ്റ്, എക്സെട്ര. ഇതിലൊക്കെ നമ്മുടെ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് കാണാൻ സാധിക്കും. സോ ദീസ് ആർ നോൺ ആസ് ഡൂയിങ് വേർബ്സ് ഓർ ആക്ഷൻ വേർബ്സ്. ഇനി ഡൂയിങ് വേർബ്സ് വരുന്ന കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഹീ റൈറ്റ്സ് എ ലെറ്റർ. അവൻ ഒരു കത്ത് എഴുതുന്നു. ഷീ സിങ്സ് എ സോങ്. അവൾ ഒരു പാട്ട് പാടുന്നു. രാഹുൽ ജംപ്സ് ഹൈ. രാഹുൽ ഉയരത്തിൽ ചാടുന്നു. ഇവിടെ റൈറ്റ്സ്, സിങ്സ്, ജംപ് ഇവയെല്ലാം ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. രണ്ടാമത്തേത് ബീയിങ് വെർബ്സ്. വാട്ട് ആർ ബീയിങ് വെർബ്സ്? ബീയിങ് വെർബ് ഷോസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് റാദർ ദാൻ ആൻ ആക്ഷൻ. ബീയിങ് വെർബ്സ് എന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ സ്ഥിതിയോ അവസ്ഥയോ കാണിക്കുന്ന വാക്കുകളാണ്. ഉദാഹരണം, ആണ്, ആയിരുന്നു, ആയിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ബീയിങ് വെർബ്സ് ആണ് ആം, ഈസ്, ആർ, വാസ് ഓർ വെയർ, ബി, ബീയിങ്, ബീയിൻ, എക്സെട്ര.
അതായത് ആണ്, ആകുന്നു, ആയിരുന്നു, ആകുക എന്നിങ്ങനെ. So these are the main being verbs. They don't show action but only state, condition or identity. Now let's go through few examples. I am a teacher. ഞാൻ ഒരു അധ്യാപികയാണ്. She is happy. അവൾ സന്തോഷവതിയാണ്. They are friends. അവർ സുഹൃത്തുക്കളാണ്. We were in the park. ഞങ്ങൾ പാർക്കിൽ ആയിരുന്നു. ഇവിടെ ആം, ഇസ്, ആർ, വെയർ എന്നത് സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്നിവ കാണിക്കുന്ന ക്രിയകളാണ്. ഈ സെൻറ്റൻസിൽ ഒന്നും തന്നെ ഒരു പ്രവൃത്തി അതായത് ആക്ഷനെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ആണ്, ആയിരുന്നു, ആകുന്നു എന്നൊക്കെ കാണിക്കുന്ന ക്രിയകളെയാണ് ബീയിങ് വെർബ്സ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഇസ് ഹാവിങ് വെർബ്സ് ഓർ പൊസിഷൻ വെർബ്സ്. What are having verbs? Having verbs are verbs that shows possession, ownership or relationship. അതായത് ഹാവിങ് വെർബ്സ് എന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് കാണിക്കാനോ സമ്പർക്കം, ബന്ധം, കൈവശം അല്ലെങ്കിൽ ഉടമസ്ഥത കാണിക്കാനോ ഉപയോഗിക്കുന്ന ക്രിയകളെയാണ് ഹാവിങ് വെർബ്സ് എന്ന് പറയുന്നത്. The main having verb is have with its forms have, has, had. പ്രധാന ഹാവിങ് വേർബാണ് ഹാവ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റു രൂപങ്ങളാണ് ഹാവ്, ഹാസ്, ഹാഡ് എന്നൊക്കെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് എ പെൻ. എനിക്ക് ഒരു പേന ഉണ്ട്. ഷീ ഹാസ് എ ബാഗ്. അവൾക്ക് ഒരു ബാഗ് ഉണ്ട്. ഹീ ഹാഡ് എ ബൈസിക്കിൾ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവന് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഇവിടെ ഹാവ്, ഹാസ്, ഹാഡ് എന്ന വേർബ്സ് ഉണ്ട്, ഉണ്ടായിരുന്നു എന്ന അർത്ഥം നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്ത് സ്വന്തമായി ഉണ്ട് എന്ന് കാണിക്കുന്നതിനെയാണ് ഹാവിങ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൂയിങ് വേർബ്സ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഓടുക, എഴുതുക, കളിക്കുക എന്നിങ്ങനെ. ബീയിങ് വേർബ്സ് എന്നത് സ്ഥിതിയെയോ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ആണ്, ആയിരുന്നു, ആയിരിക്കും എന്നിങ്ങനെ. ഹാവിങ് വേർബ്സ് എന്നത് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. ഉണ്ട്, ഉണ്ടായിരുന്നു എന്നിങ്ങനെ. അപ്പോൾ ക്രിയ എന്നത് ഒരു വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. പ്രവൃത്തി, അവസ്ഥ, ഉടമസ്ഥാവകാശം എന്നിവ കാണിക്കുന്ന വാക്കിനെയാണ് ക്രിയയെന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ക്രിയ പറയുന്നത് ഒരാൾ എന്തു ചെയ്യുന്നു, എന്താണ് അല്ലെങ്കിൽ എന്ത് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ്. വിത്തൗട്ട് വേർബ്സ് we cannot make complete sentences. So verbs are called the heart of a sentence. ക്രിയയില്ലാതെ പൂർണ്ണമായൊരു വാക്യം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ക്രിയയെ വാക്യത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. മലയാളത്തിൽ വിശേഷണം എന്ന് പറയുന്നു. നമുക്കാദ്യം അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് an adjective? An adjective is a word that describes a noun, person, place, thing or idea. It gives us more information about the noun. Adjectives എന്നത് ഒരു നാമത്തെ അതായത് നൗണിനെ വിവരിക്കുന്ന വാക്കാണ്. അതിൻ്റെ ഗുണം, സ്വഭാവം, രൂപം, അളവ് മുതലായവ കാണിക്കുന്ന വാക്കാണ്. Now let's go through few examples. Big, വലിയ, brave, ധീരനായ, beautiful, മനോഹരം, റെഡ്, ചുവപ്പ്, വീക്ക്, ദുർബലനായ, ഹാപ്പി, സന്തോഷമുള്ള, കോൾഡ്, തണുത്ത, ഹോട്ട്, ചൂടുള്ള, ബാഡ്, മോശം, ലേസി, മടിയനായ. ഇവയെല്ലാം അഡ്ജക്റ്റീവ്സിന് ഉദാഹരണങ്ങളാണ്. നമുക്കിനി കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ദ റെഡ് ബോൾ ഇസ് മൈൻ. ചുവന്ന പന്ത് എൻ്റേതാണ്. ഹീ ഹാസ് എ ബിഗ് ഹൗസ്. അവന് ഒരു വലിയ വീടുണ്ട്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇതൊരു മനോഹരമായ പൂവാണ്. ദ ബോക്സ് ഇസ് ഹെവി. പെട്ടി ഭാരമുള്ളതാണ്. ടുഡേ ഈസ് എ ഹോട്ട് ഡേ. ഇന്ന് ഒരു ചൂടുള്ള ദിവസമാണ്. ഇവിടെ ചുവന്ന, വലിയ, മനോഹരമായ, ഭാരമുള്ളത്, ചൂടുള്ള ഇവയെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. ലളിതമായി പറഞ്ഞാൽ അഡ്ജക്റ്റീവ്സ് എന്നത് നൗണിനെയോ പ്രൊനൗണിനെയോ വിശദീകരിച്ച് വാചകത്തെ കൂടുതൽ മനോഹരവും വ്യക്തവുമാക്കുന്ന വാക്കുകളാണ്. നെക്സ്റ്റ് വൺ ഇസ് ആഡ്വേർബ്. മലയാളത്തിൽ ക്രിയാവിശേഷണം എന്ന് പറയുന്നു. Now let's go through the definition. What is an adverb?
An adverb is a word that tells us more about a verb, adjective or another adverb. ക്രിയാവിശേഷണം എന്നത് ഒരു ക്രിയയെ അതായത് വേർബിനെ കുറിച്ചോ വിശേഷണം അതായത് അഡ്ജക്റ്റീവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ക്രിയാവിശേഷണം അതായത് ആഡ്വേർബിനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന വാക്കുകളാണ്. ഇറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ, വെയർ, വെൻ, ഹൗ ഓഫൻ, ഹൗ മച്ച് എക്സെട്ര. അതായത് ഒരു പ്രവൃത്തി എങ്ങനെ നടക്കുന്നു, ഹൗ, എവിടെ നടക്കുന്നു, വെയർ, എത്ര തവണ നടക്കുന്നു, ഹൗ ഓഫൻ, എത്രത്തോളം, ഹൗ മച്ച് ഓർ ഡിഗ്രി. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ആഡ്വേർബ്സ് ആണ്. നൗ ലെറ്റ്സ് ഗോ ത്രൂ ഫ്യൂ എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ, ആഡ്വേർബ് വിത്ത് വേർബ്, അതായത് ക്രിയയോടൊപ്പമുള്ള ആഡ്വേർബ്സ്. ഹീ റൺസ് ക്വിക്ക്ലി, അവൻ വേഗത്തിൽ ഓടുന്നു. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവൾ മനോഹരമായി പാടുന്നു. ഹിയർ ക്വിക്ക്ലി ആൻഡ് ബ്യൂട്ടിഫുള്ളി ടെൽസ് us how the action is happening. ഇവിടെ ക്വിക്ക് വേഗത്തിൽ, ബ്യൂട്ടിഫുള്ളി മനോഹരമായി എന്നിവയാണ് ആഡ്വേർബ്സ് അതായത് ക്രിയാവിശേഷണം. ഇവിടെ ക്രിയ എന്ന് പറയുന്നത് റൺസ് ഓടുന്നു, സിങ്സ് പാടുന്നു. ഇവിടെ എങ്ങനെ ഓടുന്നു എന്നാണ് പറയുന്നത്, വേഗത്തിൽ. അതുപോലെ തന്നെ എങ്ങനെ പാടുന്നു എന്നാണ് പറയുന്നത്, മനോഹരമായി. സോ ഹിയർ ആഡ്വേർബ്സ് ടെൽസ് us how the action is happening. നെക്സ്റ്റ് വൺ, ആഡ്വേർബ് വിത്ത് അഡ്ജക്റ്റീവ്, അതായത് വിശേഷണത്തിനൊപ്പമുള്ള ആഡ്വേർബ്. ഫോർ എക്സാമ്പിൾ, ദ മൂവി വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, സിനിമ വളരെ രസകരമായിരുന്നു. ഇവിടെ വെരി, വളരെ എന്ന ആഡ്വേർബ് ഇൻട്രസ്റ്റിംഗ്, രസകരമായ എന്ന അഡ്ജക്റ്റീവിനെ കൂടുതൽ ശക്തമാക്കുന്നു. സെക്കൻഡ് വൺ, ഷീ ഈസ് എക്സ്ട്രീംലി ടാലൻറ്റഡ്, അവൾ അതിയായ പ്രതിഭാശാലിയാണ്. എക്സ്ട്രീംലി, അതിയായ എന്ന ആഡ്വേർബ് ടാലൻറ്റഡ്, പ്രതിഭാശാലി എന്ന അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, ആഡ്വേർബ് വിത്ത് ആഡ്വേർബ്. ഫോർ എക്സാമ്പിൾ, ഷീ സിങ്സ് സോ ബ്യൂട്ടിഫുള്ളി, അവൾ അത്രയും മനോഹരമായി പാടുന്നു. ഇവിടെ സോ, അത്രയും എന്ന ആഡ്വേർബ് ബ്യൂട്ടിഫുള്ളി, മനോഹരമായ എന്ന ആഡ്വേർബിനെ കൂടുതൽ വിശേഷിപ്പിക്കുന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്വേർബ്സ് നോക്കാം. ആദ്യത്തേത് ആഡ്വേർബ് ഓഫ് മാനർ, ഹൗ, എങ്ങനെ, അതായത് എങ്ങനെയാണ് പ്രവൃത്തി നടക്കുന്നത് എന്ന് കാണിക്കുന്നു. ഇറ്റ് ടെൽസ് us how an action happens. ഫോർ എക്സാമ്പിൾ, ഹി റൺസ് ക്വിക്ക്ലി, അവൻ വേഗത്തിൽ ഓടുന്നു. അതർ എക്സാമ്പിൾസ് ആർ ക്വിക്ക്ലി, സ്ലോലി, കെയർഫുള്ളി, ബാഡ്ലി, എക്സെട്ര. നെക്സ്റ്റ് വൺ ഇസ് ആഡ്വേർബ് ഓഫ് പ്ലേസ്, വേർ, എവിടെ, അതായത് പ്രവൃത്തി എവിടെ നടക്കുന്നു എന്ന് കാണിക്കുന്നു. ഇറ്റ് ടെൽസ് us where an action happens. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, അവൻ പുറത്ത് നിൽക്കുന്നു. അതർ എക്സാമ്പിൾസ് ആർ ഹിയർ, there, everywhere, outside, nearby, etc. തേർഡ് വൺ, ആഡ്വേർബ് ഓഫ് ടൈം, when, എപ്പോഴാണ്. ഇവിടെ പ്രവൃത്തി എപ്പോഴാണ് നടക്കുന്നത് എന്ന് കാണിക്കുന്നു. It tells us when an action happens. For example, she will come tomorrow. അവൾ നാളെ വരും. Other examples are now, then, today, tomorrow, yesterday. Next one is adverb of frequency. How often, എത്ര തവണ. ഇവിടെ പ്രവൃത്തി എത്രത്തോളം ആവർത്തിക്കുന്നു എന്ന് കാണിക്കുന്നു. Tells us how often an action happens. For example, he always wakes up early. അവൻ എപ്പോഴും നേരത്തെ എഴുന്നേൽക്കുന്നു. Other examples are always, usually, often, sometimes, never. Next one, adverb of degree. How much, എത്ര, അല്ലെങ്കിൽ എത്രത്തോളം. ഇവിടെ പ്രവൃത്തിയുടെയോ വിശേഷണത്തിൻ്റെയോ മറ്റൊരു ആഡ്വേർബിൻ്റെയോ അളവ് കാണിക്കുന്നു. Tells us the intensity or extent of an action, adjective or adverb. For example, the answer is almost correct. ഉത്തരം ഏകദേശം ശരിയാണ്. Other examples are very, too, quite, almost, completely, etc. ചുരുക്കി പറഞ്ഞാൽ ആഡ്വേർബ് എന്നത് ക്രിയയെയും വിശേഷണത്തെയും മറ്റൊരു ക്രിയാവിശേഷണത്തെയും അതായത് വേർബിനെയും അഡ്ജക്റ്റീവിനെയും ആഡ്വേർബിനെയും വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്.
അത് പ്രവൃത്തി എങ്ങനെ, എത്ര തവണ, എപ്പോഴാണ്, എവിടെ, എത്രത്തോളം, എത്രമാത്രം നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷനെ കുറിച്ചാണ്. A preposition is a word that shows the relationship between a noun or pronoun and another word in a sentence. പ്രിപ്പോസിഷൻ എന്നത് ഒരു നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുൻപിൽ വരികയും അതിനെ സെൻറ്റൻസിലെ മറ്റൊരു വാക്കിനോട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന വാക്കാണ്. ഇറ്റ് യൂഷ്വലി ടെൽസ് us about place, time, direction, cause, manner, etc. ഇവ സാധാരണയായി സ്ഥലം, സമയം, ദിശ, കാരണം, രീതികൾ മുതലായവ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻ, ഓൺ, അറ്റ്, അണ്ടർ, ഓവർ, ബൈ, എബൌട്ട്, ഫ്രം, ടു, ബിറ്റ്വീൻ, എമംഗ്, എക്സെട്ര. നൗ ലെറ്റ്സ് ഗോ ത്രൂ ഫ്യൂ സെൻറ്റൻസസ്. ഇൻ, അകത്ത്, ഉള്ളിൽ. ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗ്. പുസ്തകം ബാഗിൻ്റെ അകത്ത് ഉണ്ട്. ഓൺ, മുകളിൽ. ദ പെൻ ഇസ് ഓൺ ദി ടേബിൾ. പേന മേശയുടെ മുകളിൽ ഉണ്ട്. തേർഡ് വൺ, അറ്റ്, ഇൽ അല്ലെങ്കിൽ ക്ക്. ഷീ ഇസ് അറ്റ് സ്കൂൾ. അവൾ സ്കൂളിൽ ആണ്. ഷീ അറൈവ്ഡ് അറ്റ് 5 o'clock. അവൾ 5 മണിക്ക് വന്നു. ഫോർത്ത് വൺ, അണ്ടർ, കീഴിൽ. ദ ഡോഗ് ഇസ് അണ്ടർ ദ ചെയർ. നായ കസേരയുടെ കീഴിൽ ഉണ്ട്. ഫിഫ്ത്ത് വൺ, ബിറ്റ്വീൻ, രണ്ടിൻ്റെയും നടുവിൽ അല്ലെങ്കിൽ ഇടയിൽ. ദ പാർക്ക് ഇസ് ബിറ്റ്വീൻ ദ ബാങ്ക് ആൻഡ് ദി ഹോസ്പിറ്റൽ. ബാങ്കിനും ആശുപത്രിക്കും ഇടയിലാണ് പാർക്ക്. ലളിതമായി പറഞ്ഞാൽ പ്രിപ്പോസിഷൻ എന്നത് ഒരു നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുൻപിൽ വരികയും അതിനെ സെൻറ്റൻസിലെ മറ്റൊരു വാക്കിനോട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന വാക്കാണ്. നെക്സ്റ്റ് വൺ ഇസ് കൺജങ്ഷൻ. വാട്ട് ഈസ് എ കൺജങ്ഷൻ? A conjunction is a word that joins two words, phrases or sentences together. കൺജങ്ഷൻ എന്നത് രണ്ട് വാക്കുകളെയും ഫ്രേസുകളെയും വാക്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കാണ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ലിങ്ക് ഓർ ബ്രിഡ്ജ് ബിറ്റ്വീൻ വേർഡ്സ് ഓർ ഐഡിയാസ്. ഇത് വാക്യത്തിലെ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം പോലെയാണ്. പ്രധാനമായും 3 തരത്തിലുള്ള കൺജങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. A coordinating conjunction is a word that joins two equal parts of a sentence. Equal parts means both sides can stand alone as meaningful sentences or ideas. Coordinating conjunctions എന്ന് പറഞ്ഞാൽ രണ്ട് സമാനമായ വാക്കുകളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുന്ന വാക്കാണ്. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് ടീ ആൻഡ് കോഫി. എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമാണ്. ഷീ ഈസ് ടയേർഡ് ബട്ട് ഷീ ഈസ് സ്റ്റിൽ വർക്കിംഗ്. അവൾ ക്ഷീണിച്ചിരിക്കുകയാണ്, പക്ഷേ അവൾ ഇപ്പോഴും ജോലി ചെയ്യുന്നു. ദ മെയിൻ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ ഫോർ കാരണം, ആൻഡ് കൂടാതെ, നോർ അല്ല ഒന്നുമല്ല, ബട്ട് പക്ഷേ, ഓർ അല്ലെങ്കിൽ, യെറ്റ് എങ്കിലും, സോ അതിനാൽ. So these are the main coordinating conjunctions and you can remember them with the shortcut fanboys. Next one is subordinating conjunctions. A subordinating conjunction is a word that connects a dependent clause to an independent clause. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നത് ഒരു പ്രധാന വാക്യത്തെയും ഒരു അപൂർണ വാക്യത്തെയും ബന്ധിപ്പിക്കുന്ന പദങ്ങളാണ്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ലൈക്ക് ടൈം, റീസൺ, കണ്ടീഷൻ, കോൺട്രാസ്റ്റ് ഓർ പർപ്പസ് ബിറ്റ്വീൻ ദ ടു ക്ലോസസ്. ഇവ സമയം, കാരണം, വ്യത്യാസം, ഉദ്ദേശ്യം, വ്യവസ്ഥ തുടങ്ങിയ ബന്ധങ്ങൾ കാണിക്കുന്നു. എക്സാമ്പിൾസ് ഓഫ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആർ ആഫ്റ്റർ ശേഷം, ഓൾദോ ഓർ ദോ എങ്കിലും, ബിക്കോസ് കാരണം, ഇഫ് എങ്കിൽ, സിൻസ് മുതൽ അല്ലെങ്കിൽ കാരണം, അൺലെസ് അല്ലെങ്കിൽ, അൺടിൽ വരെ, വെൻ എപ്പോൾ, വൈ ഇടയിൽ അല്ലെങ്കിൽ സമയത്ത്. Now let's go through few sentences. I stayed home because it was raining. ഞാൻ വീട്ടിൽ തന്നെ നിന്നു കാരണം മഴ പെയ്യുകയായിരുന്നു. She will wait here until you come. നീ വരുന്നതുവരെ അവൾ ഇവിടെ കാത്തിരിക്കും. Call me if you need help. നിനക്ക് സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കൂ. Although he was tired, he finished the work. അവൻ ക്ഷീണിതനായിരുന്നു എങ്കിലും ജോലി പൂർത്തിയാക്കി. Next one is correlative conjunctions.
Correlative conjunctions are always in pairs. Correlative conjunctions എന്നത് എന്നും ജോഡിയായി വരുന്നവയാണ്. They join words, phrases or clauses that have equal importance in a sentence. ഇവ വാക്യത്തിലെ രണ്ട് സമാന പ്രാധാന്യമുള്ള ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നു. Common correlative conjunction pairs are either or, neither nor, both and, not only but also, whether or, no sooner than, such that. Now let's go through few sentences. Either you eat healthy food or you will fall sick. ഒന്നെങ്കിൽ നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രോഗിയാകും. She likes neither tea nor coffee. അവൾക്ക് ചായയോ കാപ്പിയോ ഇഷ്ടമല്ല. Both my brother and my sister are teachers. എൻ്റെ സഹോദരനും സഹോദരിയും അധ്യാപകരാണ്. He is not only smart but also hardworking. അവൻ മിടുക്കൻ മാത്രമല്ല കഠിനാധ്വാനിയും കൂടിയാണ്. I don't know whether he is coming or not. അവൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. No sooner did she open the book than she found a letter inside. അവൾ പുസ്തകം തുറന്ന ഉടനെ അതിനുള്ളിൽ ഒരു കത്ത് കണ്ടു. It was such a hot day that we decided to stay indoors. വളരെ ചൂടുള്ള ദിവസമായിരുന്നതിനാൽ ഞങ്ങൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. സോ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്നത് ജോഡിയായി വരുന്നവയാണ്. ലളിതമായി പറഞ്ഞാൽ കൺജങ്ഷൻ എന്നത് വാക്കുകളെയും വാക്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്കാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർജെക്ഷൻ. An interjection is a word or short phrase that shows sudden feelings or emotions. Interjection എന്ന് പറയുന്നത് പെട്ടെന്നുള്ള വികാരങ്ങളും അനുഭവങ്ങളും പ്രകടിപ്പിക്കുന്ന വാക്കുകളോ വാചകങ്ങളോ ആണ്. It is not grammatically connected to the rest of the sentence, but it adds expression. ഇവയ്ക്ക് വാക്യത്തിലെ മറ്റു ഭാഗങ്ങളുമായി നേരിട്ട് ബന്ധമില്ല, പക്ഷേ സംസാരിക്കുന്നവൻ്റെ വികാരം വ്യക്തമായി അറിയാൻ സഹായിക്കുന്നു. Now let's go through few examples. Wow, this place is beautiful. Oh no, I forgot my homework. Ouch, that hurts. Hooray, we won the match. Alas, he lost his money. ഇവിടെ wow, oh no, ouch, hooray, alas ഇവയെല്ലാം ഇൻ്റർജെക്ഷൻസ് ആണ്. അതായത് പെട്ടെന്നുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന വാക്കുകൾ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർജെക്ഷൻസ് നോക്കാം. ജോയ്, ഹുറേ, വാവ്, യേ, സോറോ, അലാസ്, ഓ, oops, സർപ്രൈസ്, ഓ, വാട്ട്, ഹാ, പെയിൻ, ഔച്ച്, ഓ നോ, അറ്റൻഷൻ, ലിസൺ, ലുക്ക്, ഹേ, പ്രൈസ്, ഗ്രേറ്റ്, well done, brilliant, bravo. So, interjection is very simple. It helps us to express in a natural way. Okay, now I'll give you a worksheet so you can go through these sentences and write whether it is a noun, pronoun, verb, adjective, adverb, preposition, conjunction or interjection. The sun shines brightly. She is a smart girl. Birds fly in the sky. He runs very fast. We went to the market. Wow, that movie was amazing. Ramesh and Sita are friends. The book is on the table. They are playing football outside. I like tea, but not coffee. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. പാർട്സ് ഓഫ് സ്പീച്ച് എന്നത് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനമാണ്. ഇത് നന്നായി മനസ്സിലാകുമ്പോൾ വായിക്കാനും എഴുതാനും സംസാരിക്കാനും എളുപ്പമാകും. ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞുവെന്ന് കരുതുന്നു. ഇനി വരുന്ന ഇത്തരം ലളിതമായ ഇംഗ്ലീഷ് പഠന വീഡിയോസ് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Once again, thank you so much for watching. This is Betsa. Don't forget to like, share and subscribe for more videos. See you in the next time.